കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും കർത്താവിന്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടി നമുക്ക് കടന്നു വരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. സ്വർഗസ്ഥ പിതാവിന്റെ സാന്നിധ്യം എത്ര വലിയതാണല്ലേ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പൽക്കാലം നമ്മൾ ബൈബിൾ സ്റ്റഡിയായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്ന അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തവും ശക്തവുമായിട്ട് നമ്മളോട് സംസാരിച്ചു. ഞാന് ചിന്തിക്കുകയാണ്, കൊലോസ്യ ലേഖനം നമ്മുടെ ജീവിതത്തിൽ ഈ പഠനം കർത്താവ് നമുക്ക് അനേക കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 18-19 വാക്യം വായിച്ചായിരുന്നു. ക്രിസ്തീയ കുടുംബത്തിൽ ഒരു ഭർത്താവിന്റെയും ഭാര്യയുടെയും കടമകളെ കുറിച്ച് പഠിച്ചായിരുന്നു. ഇന്ന് പകൽക്കാലത്തേക്ക് നമ്മള് അതിന്റെ 20-ാം വാക്യത്തിലേക്കാണ് പ്രവേശിക്കുവാനായിട്ടിരിക്കുന്നത്. അതിന് മുൻപായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. വാക്യം വായിക്കുന്നതിന് മുൻപായിട്ട്, ഈ ബൈബിൾ സ്റ്റഡി നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വചനദീപ്തി കുടുംബത്തിന്റെ അംഗങ്ങളായി മാറുവാൻ മറന്നു പോകരുത്. മാത്രമല്ല, അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല, നിങ്ങൾക്ക് ക്ലാസ്സുകൾ അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് ചെയ്തും ഒരു കമന്റ് ഇട്ടും ഒക്കെ എന്നെ അറിയിക്കുവാൻ മറന്നു പോകരുത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലത്തിങ്കൽ കർത്താവിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടല്ലോ. അവൻ നമുക്കായി കരുതുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഭാരത്തിന്റെ പ്രയാസത്തിന് നടുവിലായിരിക്കുന്നവർ, നമുക്ക് ആശ്വാസം നൽകുന്ന കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. നമുക്ക് ഈ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം എന്റെ 20-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്: മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിക്കുവിൻ, ഇത് കർത്താവിന് പ്രസാദമല്ലോ. ഇന്ന് പകൽക്കാലത്തിങ്കൽ മക്കളെ, അമ്മയപ്പന്മാരെ ഹല്ലേലൂയ അനുസരിപ്പീൻ. ഹല്ലേലൂയ. ഇതൊരു വലിയ സന്തോഷത്തിന്റെ വാക്കാണ്. ഇവിടെ ദൈവവചനം പറയുന്നത്, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പീൻ എന്ന. സകലത്തിലും. ഒരു മക്കളെ, മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുന്നതും മാതാപിതാക്കളുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നതും എത്ര സന്തോഷം ഉളവാക്കുന്ന കാര്യമാണല്ലേ. മക്കൾ അനുസരണം കെട്ടുകഴിഞ്ഞാൽ നമുക്കത് സഹിക്കാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇതേപോലെയാണ് കർത്താവിന്റെ ശിഷ്യരായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ വചനങ്ങളെ അപ്പടി അനുസരിപ്പാൻ കർത്താവ് നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുകയാണ്. ഈ മക്കളെ കുറിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങളിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ കർത്താവിൽ അനുസരിക്കുവിൻ, അത് ന്യായമാകുന്നുവല്ലോ. നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നത് വാക്തത്വത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിക്കുവാനും തന്നെ. ഹല്ലേലൂയ. ഇത് വലിയൊരു കൽപ്പനയാണ്. ഇത് മക്കൾക്ക് വേണ്ടിയുള്ള കൽപ്പനയാണ്. ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് അതിന്റെ 18-19 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുമ്പോൾ, ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ 20-ാം വാക്യത്തിൽ പറയുക, മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കണം. ഇത് ഏറ്റവും അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഭാഗങ്ങളിൽ സതുപദേശങ്ങളായിട്ട് നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇത് ചെറിയ കുട്ടികളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിലും, നാം കർത്താവിന്റെ മക്കളായിരിക്കുമ്പോൾ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിൽക്കുവാൻ നമ്മോടും കൂടി ദൈവാത്മാവിത് ഉപദേശിക്കുകയാണ്. പ്രായമായവർക്ക് വേണ്ടിയും കൂടിയാണ് അപ്പോസ്തലനായ പൗലോസ് ഈ വാക്യങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ അകത്തൂടെ മനസ്സിലാക്കുവാനായിട്ട്. പ്രിയപ്പെട്ടവരെ, പരിജ്ഞാനത്തിന്റെ പൂർണ്ണത തികയ്ക്കുവാൻ തക്കവണ്ണം സകല മതഗ്രന്ഥങ്ങളും പരിശ്രമിക്കുമ്പോഴും ഇതിനെ അനുകൂലിച്ച് സംസാരിക്കുമ്പോഴും മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് വളരുവാനും മക്കളെ വളർത്തേണ്ട വിധങ്ങൾ എങ്ങനെയാണ് എന്നും വ്യക്തമായി തിരുവചനത്തിലൂടെ, അതായത് ബൈബിളിലൂടെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. കുട്ടികൾ അനുസരണയുള്ളവരായി നിൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുക. അപ്പോൾ അനുസരണയുള്ളവരാകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവർ വചനത്തിന്റെ നിശ്ചയം അവർക്കുണ്ടാകണം. ചെറിയ പ്രായം തൊട്ട് അവരെ തിരുവചനം അഭ്യസിപ്പിക്കുവാൻ നാം പ്രാപ്തരാകണം. അതുകൊണ്ടാണ് ഈ എഫേസ്യ ലേഖനം 6-1 പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ കർത്താവിൽ അനുസരിക്കുകയും. കർത്താവിൽ. ഇന്ന് എല്ലാ കുട്ടികളും മാതാപിതാക്കളെ അനുസരിക്കാൻ മടി കാണിക്കുന്നവരാ, അല്ലേ? അവരെ വിദ്യാഭ്യാസത്തിൽ മുന്നിലാ.
മാതാപിതാക്കൾക്ക് പണ്ട് വലിയ പഠിത്തമൊന്നുമില്ലായിരുന്നു. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം പഠിത്തമുണ്ട്. അതുകൊണ്ട് മക്കൾക്കാണ് പരിജ്ഞാനം, ഞങ്ങൾക്ക് പരിജ്ഞാനം ഇല്ല എന്ന് പറഞ്ഞ് തോറ്റുകൊടുക്കുന്ന മാതാപിതാക്കളുണ്ട്. ഞാൻ പറയട്ടെ, ദൈവകൃപയിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും സ്വർഗീയ പിതാവ് പരിജ്ഞാനപൂർത്തി നൽകി മാനിപ്പാൻ ശക്തനായ ദൈവമാ ഇന്ന് പകൽക്കാലം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, പരിജ്ഞാനപൂർത്തി പ്രാപിച്ചെടുക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ തിരുവചനം പറയുന്നത് എന്താ? മക്കളെ ബാലശിക്ഷ നൽകി ഹല്ലേലൂയ പഠിപ്പിക്കണമെന്ന, ബാലശിക്ഷ നൽകണം. ഇന്ന് ഞാൻ പറയട്ടെ, പല രാജ്യങ്ങളിലും കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുവാനായിട്ട് അനുവാദമില്ല, അല്ലെ? കുഞ്ഞുങ്ങളെ എന്തെങ്കിലും വഴക്ക് പറയുകയോ അടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് അതിന് നിയമ നടപടികളുണ്ട്. പേരൻസ് കുഞ്ഞുങ്ങളെ ഒരു വിധത്തിലും വഴക്ക് പറയാൻ അവകാശമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, തിരുവചനം പറയുന്നു മക്കളെ ബാലശിക്ഷയിൽ വളർത്തണമെന്ന്. അടി കൊടുക്കേണ്ട സമയത്ത് അടി കൊടുക്കണം, വടിയോടുകൂടി ഉപദേശം. ഹല്ലേലൂയ. പണ്ടുള്ള കാരണന്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചൊല്ലും ചോറും ഒരുപോലെ കൊടുക്കണമെന്ന്. ഇന്ന് ചോറുണ്ട്, ചൊല്ലില്ല. ആ മാതാപിതാക്കളും അങ്ങനെ വളർന്നു. എന്റെ കൊച്ചിന് വേദനിക്കും. പ്രിയപ്പെട്ടവരെ, ചെറുപ്രായത്തിൽ കൊടുക്കേണ്ടിയ സദുപദേശങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. സദൃശ്യവാക്യത്തിൽ അനേക കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കേണ്ടതിന് അനേക കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത് ഇന്ന് പകൽക്കാലം തിരിച്ചറിയാതെ ക്രിസ്തീയ ജീവിതം നയിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിപിഴച്ചു പോകുവാൻ സാധ്യതയേറെയുണ്ട്. മാതാപിതാക്കൾ ഈ തിരിച്ചറിവോടുകൂടി കുഞ്ഞുങ്ങളെ ഇന്ന് സൺഡേ സ്കൂളുകളിൽ വിടാൻ, തിരുവചനം പഠിപ്പിക്കുവാൻ മടിച്ചിരിക്കുന്നവരാ. ഞാൻ പറയട്ടെ, മുസ്ലിങ്ങള് കൃത്യമായിട്ട് അവരുടെ കുട്ടികളെ ആമേൻ എല്ലാ മതകാര്യങ്ങളും ചെറുപ്രായം തൊട്ട് പഠിപ്പിക്കും. പള്ളിക്കാര് സൺഡേ സ്കൂൾ വെക്കും. എന്നാൽ നമ്മുടെ കുട്ടികൾ, വിശ്വാസികളുടെ കുട്ടികൾ ഇന്ന് പലരും സൺഡേ സ്കൂൾ പഠിക്കുവാൻ മടിയാ, തിരുവചനം പഠിക്കുവാൻ മടിയാ. കാരണം രാവിലെ മാതാപിതാക്കൾക്ക് കൊണ്ടുവരാൻ നേരമില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ വചനം പഠിക്കുന്നത് പുറകോട്ടാകുന്നത് കൊണ്ടാണ് അവർക്ക് ജ്ഞാനത്തിലും ഹല്ലേലൂയ പുരോഗതി ഉണ്ടാകുവാൻ ഇടവരാത്തത്. ദൈവവചനത്തിന്റെ സത്യങ്ങളും ദൈവവചനത്തിന്റെ വ്യവസ്ഥയും ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ആത്മാവിൽ അവർ പരിശീലനം നേടണമെങ്കിൽ തിരുവചനം അവരുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ പതിയണം. അതിനുവേണ്ടി അവരെ ചെറുപ്രായത്തിലേ പഠിപ്പിക്കണം. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, കുഞ്ഞുങ്ങളെ നമ്മൾ ശരിയായ ലെവലിൽ പഠിപ്പിച്ചാൽ അവർ എന്താ തിരുവചനം പറയുന്നത്? ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാൻ വൃദ്ധനായാലും അത് വിട്ടുമാറത്തില്ലെന്ന്. കുഞ്ഞുങ്ങൾ എത്ര പ്രായമായാലും അവർ തെറ്റിപ്പോകത്തില്ലെന്നേ. ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിച്ച്. ഇന്ന് പണ്ടത്തെ കാലമല്ലല്ലോ ഇന്നത്തെ കാലം. പണ്ട് ഞാൻ എപ്പോഴും ചിന്തിക്കും, നമ്മളെയൊക്കെ ഏതൊക്കെ നിലകളിൽ കൂടിയൊക്കെയാ നമ്മൾ തെറ്റിപ്പോകത്തില്ലെന്ന് മാതാപിതാക്കളൊക്കെ അറിയാം. ഒരു അന്നത്തെ കാലഘട്ടം എങ്ങനെയാണ്? ഇപ്പൊ മീഡിയയുടെ കാലമാണ്, മൊബൈലാണ് കയ്യില്. നിമിഷ നേരം കൊണ്ട് എന്തെല്ലാം തെറ്റുകളിലാണ് കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം, ഇന്ന് മൊബൈൽ ഇല്ലാതെ, ഇന്ന് മീഡിയകളില്ലാതെ, ഇന്ന് ലാപ്ടോപ്പ് ഇല്ലാതെ, കുഞ്ഞുങ്ങൾക്ക് ഇന്റർനെറ്റ് ഇല്ലാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാ കിടക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാർത്ഥയോടെ പറയട്ടെ, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ, ഇതിനൊക്കെ ടൈം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം. അവര് റൂമിന്റെ അകത്ത് കയറി ഇന്ന് എന്താ ചെയ്യുന്നത്? ഹല്ലേലൂയ. ഇന്ന് വലിയ വിലയുള്ള ഫോൺ വാങ്ങിച്ചു കൊടുത്ത്, വീട്ടിൽ വൈഫൈ ഒക്കെ വെച്ച് കൊടുത്ത് പിള്ളേർക്ക് എല്ലാ സിറ്റുവേഷൻസും ഉണ്ടാക്കി പേരൻസ് കൊടുക്കുക. എന്താ? എന്റെ കുഞ്ഞ് പഠിക്കണം, ഒട്ടും പുറകിൽ പോകരുത്. അയൽവക്കത്തെ കുഞ്ഞുങ്ങൾ നല്ലതായിട്ട് പഠിക്കുമ്പോൾ എന്റെ കുഞ്ഞുങ്ങൾ ഞാൻ പറയട്ടെ, ഒരിക്കലും കമ്പാരിസൺ ചെയ്യരുത് കുഞ്ഞുങ്ങളെ. അവരെ കൃപയിൽ നിർത്തണം. ആ കുട്ടികളോട് പറയാ, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും ഒരു ഒന്നോ രണ്ടോ വാക്കിലല്ല, സകലത്തിലും അനുസരിക്കണമെന്ന. ഇതിന്റെ അകത്ത് ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം കൊച്ചു കുട്ടികളായി കേൾക്കുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം മാതാപിതാക്കളെ അനുസരിക്കുന്നവർക്ക് അനുഗ്രഹമാണ് ദൈവം വെച്ചിരിക്കുന്നത്. അവരെ അനുസരിക്കണം, കർത്താവിൽ എന്ന പോലെ അനുസരിക്കണമെന്നാണ് തിരുവചനത്തിൽ നമുക്ക് അതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ പഠന കളരി എവിടാന്നറിയാമോ? ഒരു ഭവനമാണ്, സ്വന്തം ഭവനമാണ് കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ സ്ഥാപനം. അവരുടെ മാതാവാണ്, പിതാവാണ് കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ അധ്യാപകർ. ഒരു കുഞ്ഞ് ഉദരത്തിൽ കിടക്കുന്ന നാൾ തൊട്ട് മാതാവിന്റെ ചലനങ്ങൾ, അവരുടെ സംസാരങ്ങൾ, അവരുടെ ഇടപാടുകൾ എല്ലാം ആ കുട്ടിക്കറിയാം. ഞാനതിന് എപ്പോഴും ഗർഭിണികളായിരിക്കുന്ന സഹോദരിമാരോട് പറയും,
നിങ്ങൾ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചും പ്രാർത്ഥിച്ചും ആരാധിച്ചും ഒക്കെ ജീവിക്കണമെന്ന്. കാരണം നിന്റെ ഉള്ളിൽ ഒരു കുട്ടി കിടപ്പുണ്ട്, അത് ജീവനുള്ളതാണ്. നീ ചലിക്കുന്നത്, അങ്ങോട്ട് പോകുന്നത്, ഇങ്ങോട്ട് പോകുന്നത് ഒക്കെ കാണുന്നുണ്ട്. നമ്മൾ ദൈവഹിതമല്ലാത്ത കാര്യം ചെയ്താൽ അത് ആ കുട്ടി അറിയും. ദൈവഹിത പ്രകാരമുള്ള കാര്യം ചെയ്താൽ ആ കുട്ടി അറിയും. പാട്ടുപാടിയാൽ അത് അറിയും. ഞാൻ പറയട്ടെ, ഗർഭസ്ഥ അവസ്ഥയിൽ കുഞ്ഞുങ്ങളെ ഉദരത്തിലിടുമ്പോൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പണ്ടൊന്നും അങ്ങനെയുള്ള ആ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ ഈ കുഞ്ഞുങ്ങളെ കൂടി ബാധിക്കുന്ന കാര്യങ്ങളാ. ഞാൻ പലപ്പോഴും പറയും, പാട്ട് പാടാൻ കഴിവില്ലാത്ത മാതാപിതാക്കളാണെങ്കിൽ ഈ പാട്ടൊക്കെ ആ ഉദരത്തോടങ്ങ് ഒരു ഈ പണ്ടൊക്കെ ടേപ്പ് റെക്കോർഡൊക്കെ ആയിരുന്നു. ഇന്ന് മൊബൈലൊക്കെ വെച്ചാൽ റേഡിയേഷനാ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പാട്ടൊക്കെ അടുത്തിരുന്ന് കേട്ട് ഈ എപ്പോഴും ഇതിലൊക്കെ അങ്ങ് ഈ സീരിയൽ, സിനിമ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോകാതെ ലോകപ്രകാരമുള്ള കാര്യങ്ങളിലൊക്കെ സമയങ്ങൾ ചെലവഴിക്കാതെ ദൈവികമായ കാര്യങ്ങളിൽ സമയം ചെലവഴിച്ചാൽ നിന്റെ ജനിക്കുന്ന കുഞ്ഞ് ആത്മീയമായിട്ട് ആ കുഞ്ഞുങ്ങളിൽ ആ കഴിവുകൾ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകും. ഞാൻ അതിനെ എപ്പോഴും പറയും, ഞാൻ വലിയൊരു പാട്ടുകാരിയൊന്നും അല്ല, പക്ഷെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ, മൂത്ത മോളെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പാട്ട് പാടി നടക്കും. അവള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പാട്ടുകാരിയാണ്. നല്ല ഇംഗ്ലീഷ് സോങ് ഒക്കെ നന്നായിട്ട് പാടും. സ്തോത്രം. ഞാൻ അന്ന് പാടിയപ്പം എല്ലാരും പറയായിരുന്നു, അയ്യോ ജനിക്കാൻ പോകുന്ന കൊച്ചു പാട്ടുകാരിയായിരിക്കും. എന്റെ പാട്ടിന്റെ ഈണം കൊണ്ടല്ല, പക്ഷെ ഞാൻ അതിനെ ഇഷ്ടപ്പെട്ട് ഞാൻ അതിൻ്റെ അകത്ത് ലയിച്ചപ്പോൾ എന്റെ ഉള്ളിൽ കിടന്ന കുഞ്ഞത് കേട്ടു. അപ്പോൾ തന്നെ രണ്ടാമത് ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയും തിരുവചന ശുശ്രൂഷിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ മോൻ എപ്പോഴും പറയും, അവന് ഇങ്ങനെ വചനമൊക്കെ പറയാൻ ഒക്കെ ഇഷ്ടം. അവൻ തന്നിച്ചിരുന്നു കുറേ സമയം പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിയാ. അപ്പൊ അവൻ എന്നോട് പറയും, മമ്മി കുറെ പാട്ടൂടെ പാടാൻ മേലായിരുന്നു, എനിക്ക് വലിയ പാട്ടൊന്നും പാടാൻ കഴിയില്ല. അവൻ ഓർഗനൊക്കെ വായിച്ച് കൊയർ ലീഡറാണ്. എന്നാല് അതുപോലെ പാടാനായിട്ട് ചേച്ചി പാടുന്ന പോലൊന്നും എനിക്ക് പാടാനായിട്ട് പറ്റില്ലല്ലോ. അന്നേരം അവൻ എന്നോട് ചോദിക്കുക, അങ്ങ് കുറെ പാട്ടുകൂടൊക്കെ പാടാൻ മേലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് ഈ പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, ഇങ്ങനെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ പാഠശാല അമ്മയുടെ ഉദരം. 2, ആ കുഞ്ഞുങ്ങളുടെ ഭവനമാണ്. ഈ ഭവനത്തിൽ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു വയസ്സ് തൊട്ട്, ഈ കുഞ്ഞ് ജനിക്കുന്ന തൊട്ട് 3 വയസ്സ് വരെയാണ് ഈ കുഞ്ഞുങ്ങളുടെ ബേസിക് ഫൗണ്ടേഷൻ. കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപവൽക്കരണം വരുന്നത് ഈ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തൊട്ട് 3 വയസ്സ് വരെയുള്ള കാലങ്ങളിലാണ്. ആ ടൈമിൽ ഇവർക്ക് കിട്ടുന്ന സ്വഭാവങ്ങളാണ് ഭാവിയിൽ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ നല്ല സ്വഭാവങ്ങൾ, ചീത്ത സ്വഭാവങ്ങള് ഇവർക്ക് കിട്ടുന്ന ബേസ് ആണ് ഈ 3 വയസ്സ് വരെ. അതിനുശേഷമാണ് നമ്മൾ അംഗൻവാടിയിൽ കൊണ്ട് ചേർക്കുന്നത്. ചിലര് പറയൂ, കൊച്ചിനെ കൊണ്ട് മടുത്തു, ഈ കൊച്ചിനെ കൊണ്ട് മടുത്ത്, ഇനി അംഗൻവാടിയിൽ എങ്ങനെയും വിടാന് ഒരു 3 വയസ്സായാൽ മതിയായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ആ 3 വയസ്സ് വരെ നമ്മുടെ കുഞ്ഞ് നമ്മുടെ കൂടെ കഴിയുമ്പോൾ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അവൻ മടിയിലിരുത്തി പ്രാർത്ഥിപ്പിക്കേണ്ട സമയം പ്രാർത്ഥിപ്പിച്ച്, തിരുവചനം ധ്യാനിപ്പിക്കേണ്ട സമയം അതിനോട് ഒരു കൊച്ചു യഹോവ എന്റെ ഇടയനാകുന്നു പറഞ്ഞു കൊടുക്ക, യേശു കണ്ണുനീർ വാർത്തു, ഇങ്ങനെ പറയുന്ന കുഞ്ഞുങ്ങൾ ഏറെ ഉണ്ടല്ലേ. അങ്ങനെ നമ്മൾ അവരെ പഠിപ്പിക്കണം. കൊച്ചു കൊച്ചു കോറസുകൾ അവരെ പഠിപ്പിക്കണം. അവർക്കറിയാവുന്ന ലെവലിൽ അവരെ പഠിപ്പിക്കണം. യേശുപ്പനോടുള്ള സ്നേഹത്തിൽ അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ദൈവമക്കളെ, ഇതിൻ്റെ അകത്ത് ഞാൻ നമ്മുടെ സാക്ഷ്യ കൂടാരത്തിൽ അനേക സാക്ഷ്യങ്ങൾ കേൾക്കും. എനിക്ക് ചില സാക്ഷ്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷം. ഇതിൻ്റെ അകത്ത് യൗവനക്കാരായ കുറച്ച് കുഞ്ഞുങ്ങളെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ അവരുടെ ചെറുപ്പത്തിൽ ദൈവത്തെ അറിഞ്ഞ വിധങ്ങൾ ആ കൊച്ചു പ്രായത്തിൽ മാതാപിതാക്കളെ അവിടെ പാടുവാനും പ്രാർത്ഥിക്കുവാനൊക്കെ പഠിപ്പിച്ചപ്പോൾ അവർ ഇപ്പോഴും ആ സാക്ഷ്യത്തിൽ നിലകൊള്ളുന്ന ആ വചനം അവർക്ക് ആ ഒരു ലെവലിൽ തന്നെ ഏതവസ്ഥയിലും അവർ പാടിയും പ്രാർത്ഥിച്ച് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന അവസ്ഥകൾ പറയുന്നുണ്ട്. ആകയാൽ ഞാൻ പറയട്ടെ, നമുക്കും ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടാകുവാൻ ഇടയാകണം. ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യണം? മാതാപിതാക്കള് ആരാധനകൾക്ക് പോകണം, കുഞ്ഞുങ്ങളെ ആരാധനകൾക്ക് കൊണ്ടുപോകണം, തക്ക സമയത്ത് ആരാധനയിൽ അവരെ സംബന്ധിപ്പിക്കണം. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ മുൻപിൽ മാതൃകയായി നിന്നെങ്കിൽ മാത്രമേ തലമുറകൾ നന്നായിരിക്കത്തുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞുകുട്ടിക്ക് എന്തറിയാം? ഒരമ്മയുടെ അപ്പന്റെയും ദൗത്യമാണ്. ഹല്ലേലൂയ. അവർ മാതൃകയില്ലാത്തവരായി ജീവിച്ചാൽ
പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞുങ്ങൾ നേരെ വരത്തില്ല. ആ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് അവർ വഴിപിഴച്ചു പോയിട്ട് അവരെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം തിരിച്ചറിവ് ജ്ഞാനവും പ്രാപിച്ച് ദൈവകൃപയിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കിയാണ് അപ്പോസ്തലൻ പറയുന്നത്, മക്കളെ, നിങ്ങളുടെ അമ്മ അപ്പന്മാരെ സകലത്തിലും അനുസരിക്കുകയും. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അല്ലാത്ത കുഞ്ഞുങ്ങളുടെ ഗഡിക്സ് ലോകപ്രകാരം ജീവിക്കുന്ന ആ പേരൻസിന്റെ മക്കൾ അങ്ങനെ ജീവിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ആ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, കുഞ്ഞുങ്ങളിൽ ഇങ്ങനെയുള്ള കൃപ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു പേരൻസിൽ അച്ചടക്കമുള്ള ജീവിതം നയിക്കാൻ ആമേൻ അവർ ബാധ്യസ്ഥരാണ്. കുഞ്ഞുങ്ങൾക്ക് മുൻപിൽ മാതൃകയുള്ള ജീവിതം, അച്ചടക്കമുള്ളൊരു കുടുംബം, ഹല്ലേലൂയ, ദൈവ ഭയമുള്ളൊരു കുടുംബം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് അത്യാവശ്യമാണ്. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 37-ാമത്തെ വാക്യം വായിക്കാം. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. കണ്ടോ? കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിൽ അധികം മറ്റാർക്ക് സ്ഥാനം കൊടുക്കാതെ ദൈവത്തെ അധികമായി സ്നേഹിക്കുവാൻ ഒരു ഫാമിലിയിൽ ഒരു പിതാവിനും മാതാവിനും ഒരു കുട്ടിക്കും കഴിയണം. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. തിരിച്ചറിവുണ്ടാകുന്ന ഒരു പ്രായമാകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? മാതാപിതാക്കളെ അനുസരിക്കണം. ദൈവഭക്തിയിലും ആരാധനയിലും മാതാപിതാക്കളെക്കാൾ അധികം അവർ ദൈവത്തെ അനുസരിക്കുന്നവരായി മാറണം. തിരിച്ചറിവുണ്ടാകുമ്പോൾ ദൈവത്തെക്കാൾ അധികം മറ്റൊന്നിനെ സ്നേഹിക്കരുത്. അവിടെ പിന്നെ മാതാപിതാക്കൾക്കല്ല സ്ഥാനം, ഒന്നാം സ്ഥാനം ദൈവത്തിനാണ്. സ്തോത്രം. ഇത് നമ്മിൽ ഓരോരുത്തരും കാണേണ്ട അനുഭവം കൂടിയാണ്. നമുക്ക് ഇത് രണ്ടു കൂട്ടർക്കും കൂടിയാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. അപ്പനെയും അമ്മയെയും സ്നേഹിക്കുന്നവൻ ദൈവത്തെക്കാൾ ഉപരി എന്തിനെ സ്നേഹിച്ചാൽ, അപ്പനെ അമ്മയെ സ്നേഹിക്കരുതെന്നല്ല, സ്നേഹിക്കണം. നമുക്ക് പുറപ്പാട് പുസ്തകത്തിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ 20-ാം അധ്യായം 12-ാം വാക്യം ഒന്ന് എടുത്ത് വായിച്ചാട്ടെ. അതിന്റെ അകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്? പുറപ്പാട് പുസ്തകം 20-12 എഴുതിയിരിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവ നിനക്ക് നൽകുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. അപ്പോൾ ആദ്യം ദൈവത്തിന് ബഹുമാനം കൊടുക്കണം, പിന്നീട് മാതാപിതാക്കൾക്ക് ബഹുമാനം കൊടുക്കണം. ഇന്ന് മാതാപിതാക്കൾക്ക് ബഹുമാനം കൊടുക്കാത്ത അനേക കുഞ്ഞുങ്ങളുണ്ട്. വിദ്യാഭ്യാസമില്ല, സൗന്ദര്യമില്ല, മക്കളൊക്കെ വലുതായില്ലേ? നമ്മളൊക്കെ വലുതായി ഇതുപോലെ മാതാപിതാക്കളാൽ ജനിച്ച് വളർത്തല്ലേ? നമ്മുടെ മാതാപിതാക്കളൊക്കെ എത്ര കഷ്ടപ്പെട്ടാ നമ്മളെ ഈ ലെവലിൽ കൊണ്ടുവന്നതല്ലേ? അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുസരണക്കേട് കാണിച്ചാൽ നമുക്ക് ദുഃഖം വരുന്നത് പോലെ നമ്മുടെ മാതാപിതാക്കൾക്കും ഇതിനപ്പുറമോട്ട് സ്വർഗീയ പിതാവിനും ദുഃഖമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിരുവചനം പറയുകയാണ്, നമ്മുടെ ജീവിതം സകലത്തിലും ദൈവനാമത്തിന്റെ മഹത്വത്തിനുള്ളതായിരിക്കണം. ദൈവഹിതം ജീവിതത്തിൽ നിവർത്തിക്കപ്പെട്ട് ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നതായി മാറുവാൻ ഇടയാകണം. ദൈവവചനം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ സകലവിധ കാര്യങ്ങളെ കുറിച്ചും, ഗുണം എന്താണെന്നും ദോഷം എന്താണെന്നും അതിനെ വിവേചിച്ചറിയുവാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നാം തിരുവചനത്തെ ധ്യാനിക്കണം. ആമേൻ. മക്കൾ എന്നല്ല, ആരായാലും ദൈവത്തെക്കാൾ ഉപരി മറ്റൊന്നിനെയും സ്നേഹിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം, അത് മക്കളോട് പറഞ്ഞിരിക്കുമ്പോൾ മാതാപിതാക്കളോട് പറഞ്ഞിരിക്കുന്ന, എന്നേക്കാൾ അധികം മകനെയോ മക്കളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. ഇന്ന് പലർക്കും ദൈവത്തെക്കാൾ ഉപരി മക്കളെ സ്നേഹിക്കുക, അവരുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊണ്ടുപോകുക, അവർക്ക് ഒരു കുറവുമില്ലാതെ അവരെ വളർത്തുക, ഇതൊക്കെ ലക്ഷ്യമാണ്. അതിനുവേണ്ടി ദിനരാത്രങ്ങൾ അധ്വാനിക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാതെ, ഹല്ലേലൂയ, കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്താതെ അവരെ ഭൗതികമായിട്ട് എത്ര ഉയർച്ചയിൽ കൊണ്ടുവന്നാലും പ്രിയപ്പെട്ടവരെ, ആ ഉയർച്ചയ്ക്ക് ഹല്ലേലൂയ ആമേൻ അളവുകോലുണ്ട്. ആ ഉയർച്ച
ഒരു പരിധി വരേ ഉള്ളൂ. എന്നാൽ ദൈവം നമ്മളെ ഉയർത്തിയാൽ, ദൈവം നമുക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ അത് വലിയതാ. അനേക അനുഭവങ്ങൾ എനിക്കും പറയുവാനുണ്ട്. ഞാൻ പറയട്ടെ, ലോകപ്രകാരം വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ ഉപരിയായിട്ട് ദൈവത്തിന്റെ കൃപ അനുഭവിക്കണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാന് ഒരു പള്ളിയിൽ നിൽക്കുമ്പോൾ ഒരു ജ്ഞാനായ യാക്കോബായ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടവൾ. അന്ന് ഞാൻ ആ സഭയിൽ നിൽക്കുന്ന സമയത്ത് പോലും ഒറ്റ ദിവസം സൺഡേ സ്കൂൾ മുടക്കത്തില്ലായിരുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ രാവിലെ 8 മണിയാകുമ്പോൾ ഞാൻ കുർബാന എന്ന് വെച്ചാൽ പ്രഭാത പ്രാർത്ഥന തുടങ്ങും, ഞാൻ അതിന് പോകുമായിരുന്നു. അപ്പോ മാതാപിതാക്കൾ വന്നാലും ഇല്ല എങ്കിലും ഞാൻ പോകുമായിരുന്നു. അത് എന്നെ ദൈവം കണ്ടത് കൊണ്ടാണ്. സ്തോത്രം. ഞാൻ പറയട്ടെ, എനിക്ക് ബൈബിൾ, ഞങ്ങളുടെ വീട്ടിൽ ഒറ്റ ബൈബിളേ ഉള്ളായിരുന്നു. ഈ ബൈബിള് വായിക്കാൻ ആഗ്രഹമാണ്. ഈ ബൈബിള് വായിക്കുമ്പോൾ ആദ്യം വായിക്കുന്നവർക്കാണ് ആദ്യം വൈകിട്ട് കഞ്ഞി കിട്ടുന്നത്. അപ്പം പെട്ടെന്ന് കഞ്ഞി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും, കാണാപ്പോടം വാക്യങ്ങളൊക്കെ പഠിച്ചു വെക്കുമായിരുന്നു. അപ്പൊ ഈ വാക്യങ്ങളെല്ലാം കൂടെ വായിച്ച് പെട്ടെന്ന് പറഞ്ഞേച്ച് എഴുന്നേറ്റ് ചെല്ലുമ്പോൾ കഞ്ഞി കിട്ടും. അപ്പൊ ഞാന് ഇത് കാണാപ്പാഠം പറയുമ്പോഴത്തേക്ക് എന്റെ ബ്രദർ അവിടെ ഇരുന്നുകൊണ്ട് പറയും, അച്ചാച്ചോ ഇവള് കാണാതാ പറയുന്നത്, ബൈബിള് നോക്കിയല്ലേ വായിച്ചു, ഒറ്റ ബൈബിളല്ലേ ഉള്ളൂ, ഈ ഒരു ബൈബിള് നമുക്ക് എല്ലാവർക്കും കൂടെ വായിച്ചു വരുമ്പോ സമയം പോകും, ഞങ്ങൾ എല്ലാവരും ഓരോ അധ്യായം വായിക്കണമെന്നായിരുന്നു അന്ന് നിയമം. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, അന്ന് ഇച്ചിരി കഞ്ഞിക്ക് വേണ്ടിയാണ് ഞാന് വാക്യങ്ങൾ കാണാപ്പാഠം പഠിച്ചത്. ഇന്ന് എനിക്ക് ഒരു വാക്യം വായിക്കുവാനും ഒരു വാക്യം കാണാപ്പാഠം പഠിക്കാനും ഓർമ്മയില്ല. എന്നാൽ എന്റെ ബാല്യകാലത്തിൽ ഞാന് ഈ സങ്കീർത്തനങ്ങളും ഒക്കെ ബൈ ഹാർട്ടാക്കിയത് ഇന്ന് എനിക്കത് ഗുണമായി. ഇന്ന് എന്റെ ജീവിതത്തിൽ അത് സന്തോഷമായി. എനിക്ക് എൻകറേജ് ചെയ്യാൻ ആളില്ലായിരുന്നു. ഇവള് കാണാപ്പാഠമാണ് പറയുന്നതെന്ന് പറഞ്ഞ് എന്നെ ഇരുത്തി ബൈബിള് വായിപ്പിച്ച് ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ ബൈബിൾ അക്ഷരം നോക്കി വായിച്ചാലേ നമ്മുടെ വീട്ടിൽ സമ്മതിക്കത്തുള്ളായിരുന്നു. സ്തോത്രം. അല്ലാതെ ഇന്നത്തെ പെന്തക്കോസ്ത് കോളേജിൽ ഞാൻ കാണുന്നത് മത്സരമാണ്, കാണാപ്പാഠം പറയിപ്പിക്കുവാൻ മത്സരമാ. അങ്ങനെ വേണം കേട്ടോ, അത് പക്ഷെ അത് മത്സര ബുദ്ധിയോടെ ആയിരിക്കരുത്. ഇന്ന് പല കുട്ടികളും ഞാൻ കണ്ടുവരുന്ന കാര്യം പറയുകയാണെ, നിങ്ങൾക്കൊന്നും തോന്നരുത്. ഈ ക്യാഷ് അവാർഡ് കിട്ടും, 119 സങ്കീർത്തനം പറഞ്ഞാൽ, അല്ലെ ഇത്ര സങ്കീർത്തനം പറഞ്ഞാൽ, ഇന്ന ലേഖനങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് അവാർഡ് ഇത്ര രൂപ കിട്ടും, അതിനു വേണ്ടി മത്സരിച്ച് പഠിക്കുന്നവരുണ്ട്. ഞാൻ പറയട്ടെ, അത് ആ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയല്ല അവർ പഠിക്കുന്നത്, മറിച്ച് ക്യാഷ് അവാർഡിന് വേണ്ടി ഞാന് എന്താ കഞ്ഞി കിട്ടാൻ വേണ്ടി വാക്യം പഠിച്ചുകൊണ്ടിരുന്നത് പോലെ. പക്ഷെ എനിക്കത് ഇന്ന് ഗുണമായി. നാളെ ആ കുഞ്ഞുങ്ങൾക്ക് എനിക്കറിയില്ല, അവർക്കും ഗുണമാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, മത്സര ബുദ്ധിയോടെ അല്ല പഠിക്കേണ്ടത്, ആത്മഭാരത്തോടെ പേരൻസ് അവരെ ഹല്ലേലൂയ പഥ്യോപദേശത്തിൽ ദൈവകൃപയിൽ പോറ്റി വളർത്താനും. ഞാൻ അടുത്ത വാക്യങ്ങളിൽ അതൊക്കെ പറയാനുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം അങ്ങനെ വിടുകയാണ്. സ്തോത്രം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, മക്കളെ നിങ്ങളുടെ മാതാപിതാക്കളെ കർത്താവിൽ അനുസരിക്കുവിൻ, അത് ന്യായമല്ലോ. അപ്പൊ മാതാപിതാക്കളെ അനുസരിക്കുന്നത് ന്യായമായ ഒരു കാര്യമാണ്. അനുസരണക്കേടാണ് ഏറ്റവും തെറ്റ്. മാതാപിതാക്കളെ അനുസരിക്കണമെന്നാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈ അനുസരണ എന്നുള്ളത് എന്താണ്? അത് ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ്. ഇത് കുഞ്ഞുങ്ങൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കത് ബാധകമാണ്. മാതാപിതാക്കളുടെ ബന്ധത്തിൽ കുഞ്ഞുങ്ങളുടെ ഒരു ചുമതലയും കൂടിയാണ് ഈ കർത്തവ്യം. ഈ നമ്മൾ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, ഇത് കർത്താവിന്റെ ശിഷ്യരായിരിക്കുന്ന നമുക്കും ഇതൊക്കെ ബാധകമാണ് എന്ന് കൊലോസ്യ ലേഖനം പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുക. പിന്നെ ഞാൻ ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാം. ഈ കാലഘട്ടത്തിലെ അവസ്ഥ, ഈ മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളത് ന്യായമായ കാര്യമാണ്. പക്ഷെ ഇന്ന് തലതിരിഞ്ഞു പോയി. മാതാപിതാക്കൾ എന്ത് ചെയ്യാണ്? മക്കളെ അനുസരിക്കുക. മക്കൾ ഇന്ന് തന്നിഷ്ടക്കാരായിട്ട് മക്കൾ പറയുകയാണ്, എനിക്ക് ഇന്ന വഴിയെ പോകാൻ പറ്റൂ, ഇന്നതേ ചെയ്യാൻ പറ്റൂ. ആ മക്കളെ അനുസരിക്കുന്ന മാതാപിതാക്കൾ, ദൈവമക്കളെ, അത് ദൈവ വചനത്തിൽ ഉള്ളതല്ല. അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം, പക്ഷേ അവരുടെ ഇഷ്ടത്തിന് അവരെ വിടാൻ. ഞായറാഴ്ച എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് കോച്ചിങ്ങിന് പോകണം, എനിക്ക് ഞായറാഴ്ച എനിക്ക് ഇന്നതുണ്ട്, ഡ്യൂട്ടി ഉണ്ട്, എനിക്ക് അതുണ്ട് ഇതുണ്ട്. നമ്മൾ പറയും ജീവിക്കാനല്ലേ. മാക്സിമം ഞാൻ പറയട്ടെ കുഞ്ഞുങ്ങളെ, പറഞ്ഞു മനസ്സിലാക്കുക, ആരാധന ഉപേക്ഷിക്കാതെ. ഞായറാഴ്ച മാത്രമല്ല, എല്ലാ ദിവസവും ദൈവസഭ കൂടി വരുന്ന എല്ലാം ആരാധനകളാണ്. ചിലത് ഞാൻ പറയട്ടെ, ചിലര് ഞായറാഴ്ച മാത്രം കുഞ്ഞുങ്ങളെ കൊണ്ടുവരും. സഭയിൽ ലേഡീസ് മീറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ
കൊച്ചു പിള്ളേർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പറഞ്ഞിട്ടുണ്ട്, അത് ലേഡീസ് മീറ്റിംഗ്, ഞാൻ പുരുഷനാ, ഞാൻ വരത്തില്ലെന്ന്. സ്തോത്രം. അപ്പോൾ തന്നെ വെള്ളിയാഴ്ച അത് ഉപവാസ പ്രാർത്ഥനയാ, ഞാൻ വരത്തില്ല. ഞാൻ പറയട്ടെ, ഇത് എല്ലാവർക്കും ഉള്ളതാണ്. ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ തികഞ്ഞ അഭ്യാസനത്തിൽ തികഞ്ഞ ദൈവകൃപയിൽ വളർത്തുവാൻ നാം പഠിക്കണം. ഇത് നാം ഒരു ചുമതലയും കർത്താവിന്റെ ഒരു കൽപ്പനയുമായിട്ട് ഏറ്റെടുത്താൽ പ്രിയപ്പെട്ടവരെ എത്ര അനുഗ്രഹമായിരിക്കും അല്ലേ. 2 തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാം. ഒന്ന് വായിച്ചാട്ടെ. മനുഷ്യർ സ്വസ്നേഹികളും ദിവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധന്മാരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷ്ണിക്കാരും അജീന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും രാഷ്ട്രീയക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. ഭക്തിയുടെ വേഷം ധരിച്ച് അതിനെ ത്യജിക്കുന്നവരായിരിക്കും. അപ്പോ ഇവരിലുള്ള കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലത്തിങ്കൽ നമ്മൾ ഈ കാര്യങ്ങൾ വളരെ ഗൗരവപൂർവ്വം എടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം നമ്മളെ വളരെ കാര്യങ്ങളാ പഠിപ്പിക്കുന്നത് അല്ലേ. നാം ദൈവ ഭയത്തിൽ, സത്യസന്ധതയിൽ, ശാന്തതയിൽ, സമാധാനത്തിൽ ഒക്കെ ജീവിതം നയിക്കുന്നവരായിട്ട് മാറണം അല്ലേ. ഈ അന്ത്യകാലത്തിന്റെ ലക്ഷണം എന്താണ്? മനുഷ്യരെല്ലാം സ്വസ്നേഹികളായിട്ട് മാറുക. അവര് സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്ന. അപ്പൊ ദ്രവ്യാഗ്രഹം മനുഷ്യനെ ഇന്ന് വഴിതെറ്റിക്കുകയാണ്. ഈ ദ്രവ്യാഗ്രഹികളായി തീരുന്നവരെ ഞാൻ പറഞ്ഞില്ലേ, ദൈവ ആരാധന പോലും മുടക്കും, ദൈവ കൃപയിൽ നിന്ന് അവർ ദൂരത്താകും, ദൈവാത്മാവിന് വിധേയപ്പെടാതെ, വിശുദ്ധിക്ക് വില കൊടുക്കാതെ, ദൈവകൃപ ഏറ്റെടുക്കാതെ ജീവിക്കുന്ന അവസ്ഥകളായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളാണ് ഇവയൊക്കെ. അതുകൊണ്ട് മനുഷ്യർ സ്വസ്നേഹികളെ, ഇന്നൊരു കുടുംബം എടുത്ത് നോക്കിക്കേ, അന്യോന്യ സ്നേഹമില്ല. ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ അവരുടെ ലോകം അതായി അല്ലേ. കൂട്ടത്തിലുള്ളവരോട് ഒരു ക്ഷേമം ചോദിക്കാൻ, പുറത്തു പോയി വന്നിട്ട് അത്രയും സമയം പോയല്ലോ എന്നോർത്ത് മൊബൈൽ എടുത്ത് പിന്നെ അതിൻ്റെ അകത്ത് തോണ്ടിയിരിക്കുന്ന അവസ്ഥകളല്ലേ ഇന്ന് കാണുന്നത്. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും ഓരോരുത്തരുടെ കയ്യിൽ മൊബൈലല്ലേ, അല്ലെ TV ഓണാക്കി വെച്ചോണ്ട് അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കുകയല്ലേ. പണ്ടൊക്കെയുള്ള വീടുകളിൽ കുശലം പറഞ്ഞുകൊണ്ട് ആ ഭക്ഷണം ഒരാളുടെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരി അടുത്തയാള് കഴിക്കുന്നു. അന്യോന്യം ഒരു രസമല്ലേ. എന്താ എന്റേത് എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞ് വഴക്ക് പിടിച്ച്, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും കാണാനില്ല. കാരണം എന്താണെന്നറിയാമോ? സ്വസ്നേഹികളായി തീർന്നു. മറ്റൊരാളുടെ നീ കഴിച്ചോ, നീ കുടിച്ചെന്ന് ഭർത്താവ് ഭാര്യയോടോ, ഭാര്യ ഭർത്താവിനോടോ ഒന്നും ചോദിക്കും. ഭർത്താവിന് വേണേ വിളമ്പി കൊടുക്കും, ഭാര്യ കഴിച്ചോ എന്ന് പോലും ചോദിക്കാൻ അദ്ദേഹത്തിന് നേരമില്ല. കാരണം മൊബൈൽ എടുത്തു വെച്ച് അടുത്ത സമയം നോക്കണ്ടേ, അടുത്ത കാര്യങ്ങൾ കേൾക്കണ്ടേ, കാണണ്ടേ. ജോലിക്ക് പോയിട്ട് വന്ന് ഞാൻ ക്ഷീണിതനാണ്, അതുകൊണ്ട് എനിക്ക് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കണം, എനിക്ക് റിലാക്സ് വേണമെന്നും പറഞ്ഞുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഇന്ന് നമ്മുടെ ജീവിതം അധപ്പതിക്കുവാനുള്ള കാരണക്കാർ നമ്മൾ തന്നെയാണ്. നമ്മുടെ കുടുംബത്തിലെ സന്തോഷം കുറയുവാൻ കാരണക്കാർ നമ്മൾ തന്നെയാണ്. അന്യോന്യം സഹകരിക്കേണ്ട സമയത്ത് സഹകരിക്കുവാൻ, സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കുവാൻ നാം മനസ്സ് വെച്ചില്ലാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴുണ്ടല്ലോ, സ്വസ്നേഹികളായി തീരുമ്പോഴുണ്ടല്ലോ, ആ കുടുംബം സ്വർഗമാകത്തില്ല. കൂടുമ്പോൾ ഉള്ള ഇമ്പം ആ കുടുംബം നരക തുല്യമായിട്ട് മാറും. ഇന്ന് കോൺവെർസേഷൻ ഗ്യാപ്പാണ് എല്ലാ വീടുകളിലും. ആരും ആരോടും ഒന്നും പറയത്തില്ല. എവിടെ പോകുന്നു, ഇറങ്ങി പോകുന്നു, എവിടെ പോവാ, ചോദിച്ചാ പറയും, ഇല്ല അവനൊരു ഇഷ്ടം. ചില കുടുംബങ്ങളിൽ നല്ലതായിട്ട് ചെയ്യും കേട്ടോ, എല്ലാം പറഞ്ഞു ചെയ്യും. എന്നാൽ ഇന്ന് ഈ മീഡിയ, മൊബൈൽ, ഇന്റർനെറ്റ്, ഈ വലയാണ്, നെറ്റാണ്. ഈ നെറ്റിൽ കുടുങ്ങിപ്പോയി ജനം. അതുകൊണ്ട് സ്വസ്നേഹികളായി തീരുക. അവനവന്റെ മനസ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ അകത്ത് അല്പം ടൈം പാസ് വേണ്ടെന്ന് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് വേദപുസ്തകം പറയുകയാണ്, മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും
അപ്പം വലിയ വീട്, കാറ്, ഇതൊക്കെ വെക്കാനായിട്ട് ദ്രവ്യാഗ്രഹം. അപ്പം ദൈവിക സാന്നിധ്യവും ദൈവിക സംസർഗവും വിട്ടുപോകുക. വചനം പഠിക്കുവാനും ദൈവകൃപയിൽ ആശ്രയിപ്പാനും പണ്ടൊക്കെ കാലങ്ങളിൽ മുഴങ്കാലിലിരുന്ന് കൊച്ചുവെളുപ്പാങ്കാലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം രാത്രി ഏറിയാലും കടന്നുറങ്ങാൻ നേരമില്ല. കാരണം ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ബാക്കി കണ്ട് 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 ഈ മൊബൈൽ താത്തു വെക്കുന്ന എപ്പോഴാ, പിന്നെ കണ്ണിൽ ഉറക്കം കയറുന്ന എപ്പോഴാ, പിന്നെ കടന്നുറങ്ങിപ്പോകും. വെളുപ്പിനെ എഴുന്നേക്കാനും ഉഷകാലെ പാടാനും ഒന്നും നേരമില്ല. സ്തോത്രം. രാവിലെ അവർക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ നേരമില്ല. പിന്നെ സടകുടഞ്ഞു എഴുന്നേറ്റ് പെട്ടെന്നൊക്കെ എങ്ങനെയും കാര്യം റെഡിയാക്കി ഓഫീസിൽ പോകുവോ, അവനവന്റെ ജോലിക്ക് പോകുവോ, സ്കൂളിൽ പോകുവോ, പിന്നെ ഭയങ്കര ബഹള വീട്ടിലല്ലേ, യുദ്ധം നടക്കുക. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, സ്വസ്നേഹികളായി തീർന്ന് ആമേൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം, ഹല്ലേലൂയ, ഇമ്പോർട്ടന്റ് കൊടുത്ത് ദ്രവ്യാഗ്രഹം, ആമേൻ, നമ്മൾ ഒക്കെ മനസ്സിൽ അതിനൊക്കെ ഇമ്പോർട്ടന്റ് കൊടുത്ത് ജീവിച്ചാൽ, ഞാൻ പറയട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയാത്തവരെ, ആമേൻ, പണസമ്പാദനത്തിന് വേണ്ടി പോകുന്ന അനുസരിച്ച് അവർക്ക് സ്വസ്ഥത കെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഉള്ളത് കൊണ്ട് ഒരു സന്തോഷത്തോടെയുള്ള ഒരു ക്രിസ്തീയ ജീവൻ നയിക്കുവാൻ നാം മനസ്സിൽ വെക്കണം. മാത്രമല്ല ഇവിടെ പറയുന്നത് എന്താണ്? സ്വസ്നേഹികളെ, വമ്പ് പറയുന്നവരെ, അഹങ്കാരികളെ, ദൈവദൂഷണം പറയുന്നവരെ, മാതാപിതാക്കളെ അനുസരിക്കാത്തവരെ, ഹല്ലേലൂയ, നന്ദി കെട്ടവരെ. ഇതൊക്കെ ഉണ്ടോ? നമ്മുടെ കർത്താവ് നമ്മളെ നോക്കുമ്പോൾ നമുക്കിതൊക്കെ ഉണ്ടോ? ദൈവം എന്തെല്ലാം നന്മകൾ തന്നിട്ടുണ്ടല്ലേ. കയറി കിടക്കാൻ ഒരു വീട് തന്നു കഴിഞ്ഞാൽ അയ്യോ അതല്ല പോരാ, അത് ഇടണം, വലിയ മാളികയാക്കണം, മറ്റുള്ളവരുടെ പോലെ ആകണം. ദൈവമക്കളെ, ഇന്ന് പോൽക്കാലം ഞാൻ പറയട്ടെ, നമ്മളെക്കായി താഴ്ന്നവരെ ഒരിക്കലും നമ്മൾ നോക്കത്തില്ല, നമ്മളെക്കായി ഉയർന്നവരെ നോക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അങ്ങനല്ല നമ്മുടെ ജീവിതം, ആമേൻ, ക്രിസ്തുവിന് അനുയോജ്യമാവണ്ണം നയിക്കുവാൻ, ദൈവഹിതത്തിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നാം പ്രാപ്തരാകണം. അന്ത്യകാല ലക്ഷണങ്ങളാകട്ടോ. പിന്നെ എന്താ പറയുന്ന? നന്ദി കെട്ടവരെ, ദൈവത്തോടും നന്ദിയില്ല, മനുഷ്യരോടും നന്ദിയില്ല. പിന്നെ അവർ വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും, ഹല്ലേലൂയ, ആത്മനിയന്ത്രണമില്ലാത്തവരും മൃഗസ്വഭാവമുള്ളവരും സൽഗുണദോഷികളും സ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൈവദൂഷണം പറയുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും ആത്മനിയന്ത്രണമില്ലാത്തവരും മൃഗസ്വഭാവമുള്ളവരും സൽഗുണ ദേഷികളും വഞ്ചകരും രാഷ്ട്രീയക്കാരും നിഗളികളുമായി ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ സുഖഭോഗങ്ങളെ സ്നേഹിക്കുന്നവരുമായി തീരും. അവരെന്ത് ചെയ്യും? സുഖഭോഗത്തിന് വേണ്ടി. അങ്ങനെയാണ് അവരുടെ ജീവിതം. പിന്നെ ഇത്തരക്കാർ, അവർ ഭക്തിയുടെ വേഷം കെട്ടി അതിന്റെ ശക്തി ത്യജിക്കുന്നവരും അങ്ങനെയുള്ളവരിൽ ആയിരിക്കും. അപ്പം വിശ്വാസികൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ളവരിൽ നിന്ന് അകന്ന് നിൽക്കണമെന്നാണ് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കിനി ഒരു ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 51-ാമത്തെ വേദഭാഗം വായിക്കാം. യേശുവിന്റെ ബാല്യകാല കാര്യങ്ങൾ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ അതിന്റെ 51-ാം വാക്യത്തിൽ പറഞ്ഞ, അവൻ അവരോട് ഒരുമിച്ച് നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. അപ്പോൾ ഈ ബാലനായ യേശു അമ്മയപ്പന്മാരോട് കൂടി ആണ്ടുതോറും എവിടെ പോകുമായിരുന്നു? യെരൂശലേം ദേവാലയത്തിലെ പോകുമായിരുന്നു. അപ്പോൾ ഈ പെസഹ പെരുന്നാളിന് അവർ യെരൂശലേം ദേവാലയത്തിൽ പോകുമായിരുന്നു. അങ്ങനെ പെരുന്നാൾ കഴിഞ്ഞ് ഇവര് മടങ്ങി ഒരു കൂട്ടത്തോടെയല്ല എന്നൊക്കെ ആൾക്കാർ പോകുന്നത്. ഓരോ ഗ്രൂപ്പിന്റെ കൂടി ഇങ്ങനെ ഓരോരുത്തർ കൂടി പോകുക. അപ്പം അങ്ങനെ പോയി. അപ്പം യേശുവിന്റെ അമ്മ ചിന്തിച്ചു മകൻ അപ്പന്റെ കൂടെ കാണും, അപ്പൊ യോസഫ് ചിന്തിച്ച് കാണും മറിയയുടെ കൂടെ കാണുന്നു. പക്ഷേ ഈ രണ്ടുപേരുടെയും കൂടെ ഇല്ലായിരുന്നു. അവർ കുറച്ച് യാത്ര ചെയ്ത് വന്നപ്പോഴത്തേക്കാണ് കണ്ടത്. അവനത് എഴുതിയിരിക്കുന്നതിന് സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ അവൻ ഉണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചു. ഒരു ദിവസത്തെ വഴി അവർ പിന്നിട്ടു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചു. കാണാതെ വന്നപ്പോൾ അവനെ അന്വേഷിച്ച് യെരൂശലേമിലേക്ക് അവർ മടങ്ങിപ്പോയി. അപ്പൊ യേശു കർത്താവ് എവിടെയായിരുന്നു? ആ സമയത്ത് 3 ദിവസം കഴിഞ്ഞ് അവൻ ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കളുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. നോക്കിക്കേ, നമ്മുടെ ഇന്നത്തെ പിള്ളേര് ആലയത്തിൽ എത്ര സമയം ചിലവഴിക്കും ഇല്ലേ? യേശു കർത്താവ് മാതാപിതാക്കളാണെങ്കിൽ കുഞ്ഞുങ്ങളെ, എനിക്ക് വളരെ സങ്കടം വരുന്ന ഒരു കാര്യം, ഞാൻ ഇതൊന്നും പറയുന്നില്ല, നിങ്ങളൊന്നും വിചാരിക്കരുത്, ഞാൻ കട്ടി കുറച്ചാ പറയുന്നത്. ഇന്ന് ഒരു ചർച്ചിൽ ആരാധനയ്ക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് ഭക്ഷിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ വൃത്തിയാക്കിയൊക്കെ കൊണ്ടുവരണം.
ഇത് രാവിലെ വെളുപ്പാങ്കാലം എഴുന്നേറ്റിട്ട് ഒരു ബാഗ് എടുക്കും, അതിൻ്റെ അകത്ത് കുറച്ച് പാല് ഒക്കെ നിറച്ച് കുറെ ബിസ്ക്കറ്റും കാര്യങ്ങളും കുറെ എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ സഭാ ചാർജിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, കണ്ട് ബുദ്ധിമുട്ടുന്ന കാര്യങ്ങൾ, എത്ര നല്ല ഹോളൊക്കെ ആയിരിക്കും, അതൊക്കെ അങ്ങോട്ട് വന്നിട്ട് ആരാധനയുടെ ഇടയിൽ അലങ്കോലമാക്കിയിട്ട് വെള്ളവും മറിച്ചിട്ട് ആ കുഞ്ഞുങ്ങളെ തീറ്റി കുടിപ്പീരൊക്കെ ആയിരിക്കും. ആരാധന ഇവിടെ തകിടം മറിച്ച് ഭയങ്കര ആരാധന ആത്മാവിൽ ജനം നൃത്തം ചെയ്യുമ്പോൾ മക്കളെ തീറ്റിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യുന്നു. മക്കളുടെ ചിന്ത എന്താണെന്നറിയാമോ? ആരാധനയ്ക്ക് വരുന്നത് എന്തിനാ? കഴിക്കാനും കുടിക്കാനുമാ. ചില കുട്ടികളെ എന്താ എടുക്കുമെന്നറിയാമോ? കിടത്തി അങ്ങ് ഉറക്കും. ഒരു കുഴപ്പമില്ല, അവനെ ഉറക്കവാ, അവനെ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് കടത്തും. പ്രിയപ്പെട്ട ഒരു കുഞ്ഞുങ്ങളുടെ ചിന്ത എന്താണെന്നറിയാമോ? ആരാധനയ്ക്ക് വന്നാൽ കിടന്നുറങ്ങാനുള്ള സ്ഥലമാണ് ആരാധന. ഇതാണ് വളരുമ്പോൾ അവരുടെ കുട്ടികളെ അവരതാ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പൽക്കാലം ഇതൊക്കെ നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റിയെടുക്കണം. ആരാധനാലയങ്ങളില് എനിക്ക് പബ്ലിക് ഒരു പ്ലാറ്റ്ഫോമായി ഇത് പറയുന്നതിൽ വിഷമമുണ്ടെങ്കിലും ഞാൻ പറയട്ടെ, ഇത് കേൾക്കുന്ന അനേകരുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും പ്രയോജനം വരട്ടെ എന്നുള്ള നിലയിലാണ് ഞാൻ പറയുന്നത്. ഞാനും കുഞ്ഞു കുട്ടികളെ വളർത്തിയിട്ടുള്ള ഞാൻ പക്ഷെങ്കിൽ ഇങ്ങനെ ഒന്നും കൊണ്ടുപോകത്തില്ലായിരുന്നു. കുഞ്ഞു വിശക്കുന്നെങ്കിൽ രാവിലെ ഞാൻ വയർ നിറച്ച് വെളുപ്പിനെ എഴുന്നേക്കും, അവരെ വയർ നിറച്ച് കഴിപ്പിച്ചിട്ട് ഞാൻ കൊണ്ടുപോകത്തുള്ളായിരുന്നു. അതിനിടയിൽ അവർ വിശക്കുന്നെന്ന് പറഞ്ഞ് വിഷമിപ്പിക്കാൻ ഇടയാകത്തില്ല. ദൈവമക്കളെ, നാം ശ്രദ്ധിക്കണം. നാം അല്പം ഉറക്കം മാറ്റി വെച്ചാലും ഒരു ആരാധന അലക്ഷ്യമാക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. ഇവിടെ യേശു കർത്താവിനെ മാതാപിതാക്കള് കൊണ്ടുപോയി ആലയത്തിൽ കൊണ്ടുപോയി, തിരിച്ചു വന്നോ കൂട്ടത്തിലുണ്ടോ ഇല്ലയോ എന്ന് അന്നത്തെ കാലഘട്ടമല്ലേ. പക്ഷെങ്കിൽ യേശു കർത്താവോടെ ആലയത്തിൽ ഇരുന്ന് ഉപദേഷ്ടാക്കന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹയാത്രികരുടെ കൂട്ടത്തിലൊന്നും കണ്ടില്ല. അവസാനം ചെന്നപ്പോ കണ്ട അവന്റെ വാക്കുകൾ അവിടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും സംശയങ്ങൾ ചോദിക്കുക. കാരണം മാതാപിതാക്കൾ അവനെ വേണ്ടവണ്ണം അന്നത്തെ വചനം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. കണ്ടുപഠിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ എത്ര മാതൃക. അതിന് അവിടെ മാതാപിതാക്കൾ അവനെ തപ്പിച്ചെന്നപ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? അവിടെ യേശു കർത്താവ്, അന്ന് യേശു അല്ലേ, ബാലനല്ലേ, അവരോട് സംശയമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവന്റെ സംശയവും വാക്കുമൊക്കെ കേട്ടവർക്ക് എന്ത് തോന്നി? അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി എന്നുള്ളത്. അത്ര ജ്ഞാനം. ഇപ്പം കർത്താവ് ദൈവമല്ലേ, യേശു കർത്താവ് സാക്ഷാൽ ദൈവമല്ലേ എന്നൊക്കെ ചോദിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവ സ്വഭാവമുള്ളവരാക്കി വളർത്തണം. നമ്മൾ ആ ലെവലിൽ നമ്മളുമായി തീരുവാൻ ശ്രമിക്കണം. അങ്ങനെ ഹല്ലേലൂയ. ഇവരെല്ലാം കഴിഞ്ഞതിന് ശേഷം അവര് മകനെ വിളിച്ചുകൊണ്ട് തിരിച്ചു പോരുന്ന വഴിയിലാണ് ആ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്ന 51 വാക്യത്തില്, പിന്നെ അവൻ അവരോട് ഒരുമിച്ച് നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. അപ്പോ കർത്താവ് പിന്നെ മാതാപിതാക്കളോടൊത്ത് കീഴടങ്ങി മാതാപിതാക്കളോടൊത്ത് ജീവിക്കാൻ തക്കവണ്ണം ഇടയായി. യേശു കർത്താവിന്റെ അനുസരണയെ കാണിക്കുക. മാതാപിതാക്കൾ വിളിച്ചപ്പോൾ അവൻ മടങ്ങി വന്ന യേശു കർത്താവിന്റെ അനുസരണയെ കാണിക്കുക. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത അനുസരണ ഇല്ലായിക, സ്വസ്നേഹികളായി തീരുക, വമ്പ് പറയുന്നവരായി തീരുക. മത്തീയോസിന്റെ 3-ാം അധ്യായം 2-ാം വാക്യവും 3-ാം വാക്യവും ഒക്കെ വളരെ ശ്രദ്ധയോടെ നമ്മൾ പഠിക്കണം. ഇവിടെ തിരുവചനം പറയുന്ന അപ്പനെ മാത്രമല്ല അമ്മയെയും സ്നേഹിക്കണം എന്നുള്ളതാ. അമ്മയെയും സ്നേഹിക്കണം, അപ്പനെയും സ്നേഹിക്കണം. അത് അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ. വാഗ്ദത്തങ്ങളാണ്. നമുക്ക് ഒത്തിരി വാക്യങ്ങൾ വായിക്കാനുണ്ട്. പഴയ നിയമത്തിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ സദൃശ്യവാക്യത്തിലെ 1-2 വാക്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. സദൃശ്യവാക്യം 6-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. മകനെ, നിന്റെ അപ്പന്റെ കൽപ്പന പ്രമാണിക്കുക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുതേ. ആമേൻ. അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കരുത്. മാനെ, അപ്പന്റെ കൽപ്പന അനുസരിച്ച് അപ്പന്മാരാ കൽപ്പിക്കുന്നത്, അമ്മമാരെന്ത് ചെയ്യുന്നു? ഉപദേശിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് മക്കൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. സ്തോത്രം. ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി അതിന്റെ 20 നമുക്കൊന്ന് വായിക്കാം. 20-ാം അധ്യായം 20-ാം വാക്യം. ആരെങ്കിലും അപ്പനെയോ അമ്മയോ ദുഷിച്ചാൽ അവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. അപ്പനെ അമ്മയോ എന്ത് ചെയ്താലേ? അപ്പനെയോ അമ്മയോ ശപിച്ചാൽ ചില മക്കള് പറയോ, ഇങ്ങനെ ഒരു അപ്പൻ ഒന്ന് പോയിരുന്നെങ്കിൽ, ഒരമ്മ ഇവരെ മുഖാന്തരം ഈ മക്കൾ കഷ്ടപ്പെട്ട് വളർത്തിയതൊന്നും അവർ തിരിച്ചറിയുന്നില്ല. മക്കളെ, ഇന്ന് പകൽക്കാലം നിന്റെ അമ്മയപ്പന്മാരുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ നീ ശ്രമിക്കണം. അമ്മയപ്പന്മാരെ ഉപേക്ഷിക്കരുത്. ഇന്ന് ഓൾഡ് ഏജ് ഹോമുകൾ കൂടിക്കൊണ്ടിരിക്കുക അല്ലെ. കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് മക്കള് ഈ അപ്പനെ അമ്മയും അവരുടെ ജോലി അവരുടെ ഉപജീവന മാർഗമല്ലേ എന്ന് ചോദിച്ച് ഇവരെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടാക്കി കുറച്ച് പൈസ ഒക്കെ കൊടുത്താൽ, ഞാൻ പറയട്ടെ, അവസാന കാലഘട്ടത്തിൽ മാതാപിതാക്കളോടൊത്ത് സന്തോഷിക്കേണ്ട സമയം. ഇന്ന് മക്കളൊക്കെ എല്ലായിടത്തും ദൂരങ്ങളിലാ. ഞാൻ പറയട്ടെ, കഴിയുന്നതും മാതാപിതാക്കളെ ചേർത്ത് നിർത്തുവാൻ നിങ്ങൾ ശ്രമിക്കണം. മാതാപിതാക്കളെ ശപിക്കരുത്.
ഹാലലുയ അങ്ങനെയുള്ളവരുടെ വിളക്ക് കൂരിരുളിൽ കെട്ടുപോകും, അവർക്ക് പ്രകാശം കിട്ടത്തില്ല, ദൈവ അനുഗ്രഹം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് മാതാപിതാക്കളെ രോഗാവസ്ഥയിൽ അവർ ചെറുപ്പകാലങ്ങളിൽ അവർ മാക്സിമം കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ വളർത്തിയിട്ട് മക്കളെ ഹാലലുയ ഇന്ന് പോൽ കാലം നിങ്ങളുടെ മാതാപിതാക്കളെ എന്ത് ചെയ്യണം? ദൈവ വചനത്തെ അനുസരിക്കുന്നത് പോലെ, ദൈവത്തെ അനുസരിക്കുന്നത് പോലെ ഹാലലു നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുന്നവരായി മാറണം. അവരെ ശപിക്കരുത്, നിങ്ങളുടെ വിളക്ക് കെട്ടുപോകുവാൻ ഇടയാകരുതേ, നിങ്ങളുടെ ശോഭ മങ്ങിപ്പോകുവാൻ ഇടയാകരുതേ, ശാപം വലിച്ചു വെക്കുവാൻ ഇടയാകരുതേ. മാതാപിതാക്കളെ ഇന്ന് ഓൾഡ് ഏജ് ഹോമുകളിലും മറ്റുള്ളിടങ്ങളിലൊക്കെ കൊണ്ടുവിടും. നമ്മൾ പത്രമൊക്കെ എടുത്ത് വായിച്ചേ, പത്രമാധ്യമങ്ങളിൽ എന്താ കാണുന്നത്? വഴിയിൽ ഇറക്കി വിട്ട് നമുക്ക് ഇന്നടത്ത് പോകാം, അല്ലെ വേറൊരു യാത്ര പോകാമെന്ന് പറഞ്ഞ് അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് അവരെ യാത്ര ചെയ്യിച്ചിട്ട് ഏതെങ്കിലും ഒരു വഴിയിൽ കൊണ്ട് ഇറക്കിയിട്ട് അമ്മ ഇറങ്ങി, ഞങ്ങൾ ഇറക്കി കഴിഞ്ഞ പറയും ഇപ്പൊ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറയും, വണ്ടി വിട്ട് അവരങ്ങ് പോകും. അവർക്ക് അറിയത്തില്ല അവർ ഏത് സ്ഥലത്താ എത്തിയെന്ന് പോലും. എത്രയോ അനുഭവങ്ങള് എനിക്ക് ഈ മലയാള മനോരമ ഏതാണ് വായിക്കത്തില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി നമുക്ക് ദുഃഖമാണ്. പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, എത്ര പ്രതീക്ഷയോടെയാണ് ആ മക്കളെ വളർത്തിക്കൊണ്ടത്. നാളെ നിങ്ങളും മക്കളെ വളർത്തുന്നുണ്ട്, നിങ്ങളുടെ മക്കളും ഇതിനപ്പുറം ചെയ്യാൻ. ഇനി ഒരു കൊച്ചു കഥ പറയാം. ഒരിക്കലെ പ്രായമുള്ള ഒരു അപ്പനെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുമായിരുന്നു. അപ്പം ഒരു സ്റ്റീൽ പാത്രത്തില അത് ആ മരുമകൾ അതിന്റെ അകത്ത് മാത്രമേ കൊടുക്കത്തുള്ളൂ, നല്ല നല്ല പാത്രങ്ങളുണ്ട്. അപ്പൊ ഒരിക്കലും കൊച്ചു കുട്ടി അപ്പച്ചനെ ടേബിളിൽ ഇരുത്തി കഴിപ്പിക്കാനായിട്ട് ഈ നല്ലൊരു പാത്രത്തില് ഫുഡ് വിളമ്പിയിട്ട് അപ്പച്ചനെ വിളിച്ചു, അപ്പച്ച ഇവിടെ വന്നിരുന്ന് കഴിക്കാൻ പറഞ്ഞു. അപ്പം വേണ്ട മോനെ എനിക്ക് ഇവിടെ തന്നേക്കാൻ പറഞ്ഞു. അപ്പൊ ഉടനെ അമ്മ ദേഷ്യപ്പെട്ടു, നീ എന്തിനാണ് ഇങ്ങോട്ട് വിളിക്കുന്നത്, അപ്പച്ചൻ അങ്ങോട്ട് കൊണ്ട് കൊടുത്താൽ പോരെ. അപ്പൊ ഇവൻ എടുത്തോണ്ട് അപ്പച്ചന്റെ അടുക്കിലോട്ട് ഫുഡ് എടുത്തോണ്ട് പോകാൻ പോയപ്പോഴത്തേക്ക് നല്ല പ്ലേറ്റ് ആണ്. നീ ഏത് പ്ലേറ്റിലാടാ ഫുഡ് കൊണ്ടുപോകുന്നത്? അപ്പച്ചന്റെ പ്ലേറ്റ് ഇവിടെ ഇരിപ്പില്ലടാ, അതിന്റെ അകത്ത് ഫുഡ് കൊടുത്താൽ പോരേടാന്ന് ചോദിച്ചോണ്ട്. അപ്പൊ അവൻ ചോദിച്ചു, ഇതിന്റെ അകത്ത് അപ്പച്ചന് കൊടുത്താൽ എന്താ, അപ്പച്ചൻ ഭക്ഷിക്കത്തില്ലേ? അല്ല, അപ്പച്ചൻ ഈ പ്ലേറ്റിൽ മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ഈ കുട്ടിയുടെ അമ്മ, അതായത് ഈ അപ്പച്ചന്റെ മരുമകളെ ആ പ്ലേറ്റിന്റെ അകത്തേക്ക് ഈ ഫുഡ് ഇട്ടിട്ട് ഇനി കൊണ്ട കൊടുക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു. അങ്ങനെ അപ്പച്ചൻ ഫുഡൊക്കെ കഴിച്ച് രോഗക്കിടക്കയിലായി. അപ്പച്ചനെ കുറെ നാളുകൾ കഴിഞ്ഞ് രോഗമായി. ഈ കൊച്ചുമകനും അപ്പച്ചനെ വലിയ ഇഷ്ടമായിരുന്നു, എപ്പോഴും അപ്പച്ചന്റെ കൂടെ സമയങ്ങളിൽ ചിലവഴിക്കും. അങ്ങനെ അപ്പച്ചൻ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും, അപ്പച്ചനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പം ഇവന് ഓർത്ത് എന്റെ മാതാപിതാക്കളെയൊക്കെ ഇതുപോലെ സ്നേഹിക്കണം. അങ്ങനെ ചിന്തിച്ച് അപ്പച്ചൻ ഒരു ദിവസം മരിച്ചു. അവൻ എന്ത് ചെയ്തു? അപ്പച്ചൻ മരിച്ച് അന്ന് ഇവന് ഓടിച്ചെന്നിട്ട് അപ്പച്ചന്റെ പ്ലേറ്റ് എടുത്തിട്ട് ഇവന് ഓടിക്കൊണ്ട് അവൻ പാത്തൊരു സ്ഥലത്ത് വെച്ചു. അവസാനം ഈ അപ്പച്ചന്റെ പ്ലേറ്റ് അവന്റെ അമ്മ തപ്പി നടന്നപ്പോൾ അവൻ പറഞ്ഞു, ആ പ്ലേറ്റ് തപ്പണ്ട, ഞാൻ എടുത്ത് പാത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാ മോനെ അതിങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞു, ഇല്ല ഞാൻ തരില്ല, നിങ്ങൾ പ്രായമാകുമ്പോൾ നിങ്ങൾക്കും ഇത് ഈ പ്ലേറ്റിന്റെ അകത്ത് തരേണ്ടതാണ് എന്ന് പറഞ്ഞു. അപ്പച്ചൻ ഈ പ്ലേറ്റിലല്ലേ കഴിക്കുകയുള്ളായിരുന്നു, അതുകൊണ്ട് ഈ പ്ലേറ്റിന്റെ അകത്ത് വേണം നിങ്ങൾക്കും ഫുഡ് തരാനെന്ന് പറഞ്ഞത് എടുത്ത് വെക്കുവാൻ തക്കവണ്ണം ആ കൊച്ച് എടുത്ത് മാറ്റി വെച്ചെങ്കിൽ, ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നാം വിതയ്ക്കുന്നത് നമ്മൾ കൊയ്യുവാൻ ഇടയാകും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ മാതൃകയുള്ളവരായി നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് പോൽക്കാലം ദൈവകൃപയുള്ളവരായി ജീവിപ്പാൻ നാം മാതാപിതാക്കൾ ശ്രമിക്കുക. മാത്രമല്ല, കുഞ്ഞുങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന പ്രായമായ മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നവരുണ്ടോ? നിങ്ങളെ പോലെ വിദ്യാഭ്യാസം ഒന്നും കാണില്ല. ദൈവം നിങ്ങൾക്ക് തന്ന കൃപയിൽ അവർ കഷ്ടപ്പെട്ടാണ് നിങ്ങൾ ഈ കൃപയിൽ വന്ന ദൈവകൃപയും അനുഭവിച്ച് ഒരുപോലെ ഇത്രത്തോളം ആയിരിക്കുന്നുവെങ്കിൽ മാതാപിതാക്കളെ ശ്രദ്ധിക്കുവാനും കരുതുവാനും നാം ബാധ്യസ്ഥരാണ്. അത് നമുക്ക് അനുഗ്രഹം ഉണ്ടാകും. ഇല്ലെങ്കിൽ നമ്മുടെ കൂരിരുളിൽ വിളക്ക് കെട്ടുപോകുവാൻ തക്കവണ്ണം ഇടയാകും. ഒരൊറ്റ വാക്യം കൂടെ വായിച്ചതിന് അവസാനിപ്പിക്കാം. അതിന്റെ 30-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യവും 17-ാമത്തെ വാക്യവും കൂടെ വായിക്കാം. അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ, തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവരും അശുദ്ധി കഴുകിക്കളയാത്തവരുമായ ഒരു തലമുറ. ആമേൻ. അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന തലമുറയുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തെ കുറിച്ച് എത്രയോ വർഷങ്ങൾക്ക് മുൻപേ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമൻ എഴുതി വെച്ചതല്ലേ. പണ്ടൊക്കെ ഞാൻ ഓർക്കും, എന്റെ അപ്പനൊക്കെ അവരുടെ അമ്മയൊക്കെ പൊന്നുപോലെ, ഞങ്ങളൊക്കെ ഞങ്ങളുടെ വല്യമ്മമാരൊക്കെ എത്ര സ്നേഹത്തോടെ നോക്കി എന്തുമാത്രം ഞങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്നറിയാമോ? ഒത്തിരി ഞങ്ങൾ അവരെയൊക്കെ നല്ല ക്ഷമത്തോടെ അവരെ നന്നായിട്ടാണ് അവരെയൊക്കെ ലോകത്തു നിന്ന് യാത്ര അയച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ തലമുറയെ നോക്കുമ്പോൾ നാളെ നമ്മളെ അവരൊക്കെ നോക്കുമെന്ന് പോലും ഉറപ്പല്ല. അതുപോലത്തെ അവസ്ഥയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഈ കണ്ണുകൾ ഹല്ലേലൂയ നാം സ്വർഗത്തിലേക്ക് ഉയർത്തുക. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ മാതാപിതാക്കളെ അനുസരിക്കാൻ ഹല്ലേലൂയ നാം ബാധ്യസ്ഥരാണ്. അതിന്റെ 17-ാം വാക്യം കൂടി നമ്മൾ വായിക്കാതെ, അപ്പനെ പരിഹസിക്കുകയും
അമ്മയെ അനുസരിക്കുന്നതിൽ നിന്ന കാണിക്കുകയും ചെയ്യുന്ന കണ്ണിനെ താഴ്വരയിലെ കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. ഇതൊക്കെ ഒത്തിരി ആഴമേറിയ കാര്യങ്ങൾ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അനുഭവത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഇനിയൊന്നും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ആമേൻ. അതെ, തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. സ്തോത്രം. നമ്മൾ വായിച്ച കൊലോസ്യ ലേഖനം, ആമേൻ, 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതുന്ന, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിക്കുവേൻ, ഇത് കർത്താവിന് പ്രസാദമല്ലോ. ദൈവത്തിന് പ്രസാദമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ നമ്മൾ ഇടയാക്കണം. നമ്മുടെ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ ഒരു മാതൃകാ ജീവിതം നയിപ്പാൻ ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്ത ദിവസം ദൈവം അനുവദിച്ചാൽ 21-ാം വാക്യം നമുക്ക് ചിന്തിക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ മാതാപിതാക്കളെ കോപിപ്പിക്കാതെ ഞങ്ങൾ കർത്താവിനെ അനുസരിക്കുന്നവരായി വാക്കിനാലും ക്രിയയാലും എന്ത് ചെയ്താലും ദൈവനാമോഹത്വത്തിനായിട്ട് ചെയ്തെടുപ്പാൻ കൃപ നൽകിയാട്ടെ. അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലസ് യു ഓൾ. മറാനാഥ.